ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും. നിങ്ങളോടൊപ്പം പദ്ധതി കഴുത കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ താൽക്കാലികമായി നിർത്താൻ കഴിയും. സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. 2025 ജൂൺ 26 ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് ജെയ്ത് കമ്പനി ചട്ടതേനോ ഉപവിഭാഗത്തിൽ പെടുന്നു. ജെർഡമേൽ 46 കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: -10.6.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 0.8 പോയിന്റ്. നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 6.5 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. മൈനസിന്റെ ചലനാത്മക കാണിച്ചു 6.9%. ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ -3.2%. കമ്പനിയുടെ വിപണി മൂലധനം 20.76 ബില്യൺ ഡോളറാണ്. $285 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോടെയാണ് ഉപവിഭാഗം. കമ്പനിയുടെ പുസ്തക മൂല്യം 3.89 ബില്യൺ ഡോളറാണ്. $56 ബില്യൺ ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം. വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 7.282%. പുസ്തക മൂല്യം മൂലധനം 6.925%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് 7.892 ബില്യൺ കടമുണ്ട്. പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 203%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 0 ആണ്. 31.4 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും തമ്മിലുള്ള റേറ്റിംഗ് വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$2,987 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി ലാഭം $1,306 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 0.8 ആണ്. ഉപവിഭാഗം 1 ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $24.59 ബില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. ഉപവിഭാഗത്തിൽ ശരാശരി 3% -12.2% മാർജിനലിറ്റി. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 20.451%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 181% കൂടുതലാണ്.
കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനം $97,000. ഉപവിഭാഗത്തിന് $271,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $13,900. ഉപവിഭാഗത്തിന് ശരാശരി $8,600. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $115,000 ആണ്. ഉപവിഭാഗത്തിൽ $283,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂല്യനിർണ്ണയത്തിലെ വിൽപ്പന കടന്നുപോകാവുന്ന -0.5 പോയിന്റ്. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 6.5%. ഉപവിഭാഗത്തിന് ശരാശരി 6.6%. സൂചകം YD14 കമ്പനിക്ക് 62% ലെവൽ കാണിക്കുന്നു. യാം ഉപവിഭാഗത്തിന് ഈ നില 59%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $99.44 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $95.23 ആണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ഓഹരിക്ക് $99.45 എന്ന നിരക്കിൽ ഒരു വിൽപ്പന ഓർഡർ തുറക്കുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 73.06 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 125.84 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ജൂലൈ 26 ട്രേഡുകളുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ DME ആണ് പ്രധാന വാങ്ങൽ ഓർഡർ. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു. അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി.